ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ നലിഞ്ഞു വരട്ടെ. ഇതാ ഈ ഒരു പാകമായ മതിയെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് ചൗവരിയാണേ. ഇത് കുറച്ചും കൂടെ വലുപ്പം കുറഞ്ഞിട്ടുള്ള ചൗവരിയാണ് കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ സാധാ വലുപ്പമുള്ള ചൗവരിയാണെങ്കിൽ നമുക്കതെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതും നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഇനി ഇതാ നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 15 മിനിറ്റ് നേരം വെള്ളത്തിൽ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറുപയർ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പോഴേക്കും തന്നെ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതാ കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് ഈ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ചെറുപയർ പരിപ്പും ചൗവരിയും കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ്. ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യുടെ അളവൊക്കെ ഇതിനെ വെച്ചും കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനെ വെച്ചും കുറവായിട്ട് ചേർക്കരുതേ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയർ പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചൗവരിയില്ലേ, അതാണ് ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ചൗവരിക്കും ചെറുപയർ പരിപ്പിനും ചെറിയൊരു മധുരം കിട്ടാനായിട്ടാണ് നമ്മൾ ഈ സമയം പഞ്ചസാര ചേർക്കണത്. പഞ്ചസാരയൊക്കെ ചേർക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവുമാണ്. വെള്ളം ചേർക്കണത് നിർബന്ധമൊന്നുമില്ല. 1.5 കപ്പ് പാലായിട്ട് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചൗവരിയൊക്കെ നല്ലപോലെ വെന്തിട്ട് ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ദാ ഇതുപോലെ. ദാ ഈ ഒരു പാകാകണ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ദാ നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിൽ 1.25 കപ്പ് പാലാണ് ആകെ ചേർത്തിയത്. ഇനി നമ്മുടെ ഈ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ പായസത്തിലേക്ക് ശർക്കരപ്പാനി ഒന്നും ചേർത്തിയില്ലല്ലോ എന്ന്. നമ്മൾ ഈ ചൂട് പായസത്തിലേക്ക് ശർക്കരപ്പാനി ചേർത്തിയാൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം വേണേ ശർക്കരപ്പാനി ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പായസം നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പം അതും ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ചേർത്തിയ ശർക്കരയിൽ ചെറുതായിട്ട് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഞാനിനി ഉപ്പ് ചേർക്കണില്ല. മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് നിങ്ങൾ ഈ സമയം ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് 3 വലിയ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കുറച്ച് ബദാമും കശുവണ്ടിയുമാണേ. ഇത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടാലും മതിയേ. നമ്മളിപ്പോൾ തേങ്ങാക്കൊത്താണ് ചേർക്കണതെങ്കിൽ അതും കുറച്ച് കൂടുതൽ നെയ്യിൽ വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പായസം തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് സമയമൊന്നും വേണ്ട, 2 മിനിറ്റ് മാത്രം ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയേ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെറുപയർ പരിപ്പും ചൗവരിയും കൊണ്ടുള്ള പായസം. കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയാണേ. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇത് തയ്യാറാക്കാനായിട്ടും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യവേലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്